കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളിലായിട്ട് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഈ ശനിയാഴ്ച സ്പെഷ്യൽ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്ര പേർക്ക് കൂടി വരുവാനായിട്ട് ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സാധാരണ നമ്മൾ സ്പെഷ്യൽ മീറ്റിംഗ് നടത്തുന്നത് ശനിയാഴ്ച ഇതുപോലൊരു മീറ്റിംഗ്, അതിനുശേഷം ഞായറാഴ്ച 5 മണി മുതൽ 7 മണി വരെയുള്ള സമയങ്ങളിൽ ആണ് നമ്മൾ ക്രമീകരിക്കുന്നത്. 2 ദിവസത്തെ മീറ്റിംഗാണ്. എന്നാൽ പ്രിയ ദേവദാസൻ ഈ സൺഡേ ചർച്ചിലേക്ക് ആരാധനാബന്ധത്തിൽ ഒരു കുടുംബം ക്ഷണിച്ചതിൻ്റെ പേരിൽ കടന്നു വരാനുള്ള താല്പര്യം പറഞ്ഞു. നമുക്ക് പൊതുവെ ആരാധന രാവിലെ 8 മണിക്ക് ആയതുകൊണ്ട് തനിക്ക് തൃശ്ശൂരിൽ നിന്ന് രാവിലെ എത്താനുള്ള പ്രയാസമുള്ളതുകൊണ്ട് തലേദിവസത്തേക്ക് താമരമാരുടെ കാര്യം പറഞ്ഞു. അങ്ങനെ വരുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് ഒരു മീറ്റിംഗ് കൂടി തന്നോട് താല്പര്യം പറഞ്ഞപ്പോൾ താൻ ആ മീറ്റിങ്ങിൽ സഹകരിക്കാം എന്നുള്ള സന്തോഷത്തോടുള്ള കാര്യം അറിയിച്ചു. ആ നിലയിലാണ് ഇന്ന് ഈ മീറ്റിംഗ് ക്രമീകരിച്ചത്. പ്രിയ ദേവദാസനെ എല്ലാവരും അറിയും എന്നെനിക്ക് അറിയില്ല. ഓർക്കുന്നപോലെ മോൺസൺ ഐസക് താളിക്കോട് സഭയിലാണ്, തൃശ്ശൂർ താളിക്കോട് സഭയിലാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിക്ക് മുൻപ് നമ്മുടെ സഭയിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ മീറ്റിങ്ങിനെ താൻ വരികയും ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ദേവദാസനാണ്. പലയിടങ്ങളിലും കർത്താവിൻ്റെ ശുശ്രൂഷ ഇന്നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവദാസനാണ്. തന്നെ ക്ഷണിച്ചത് പ്രകാരം ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നതിനുള്ള സന്തോഷവും നന്ദിയും സഭയുടെ പേരിൽ അറിയിക്കുകയും തന്നെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമയം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മുൻപും സ്പെഷ്യൽ മീറ്റിംഗ് വെക്കുന്ന സമയങ്ങളിൽ പുറത്തുനിന്ന് സഹോദരന്മാർ പൊതുവെ കുറവാണ്. ഞായറാഴ്ചയാണ് പുറത്ത് സദസ്സോടെ ഇന്ന് സമയം നേരത്തെ ആയതുകൊണ്ടും കടന്നു വരുന്നത്. ഇനി വരുവാനുള്ളവർ വരട്ടെ, നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. പ്രാരംഭമായിട്ട് 3 ഗാന ശുശ്രൂഷ നമ്മുടെ സഭയിലെ യുവ സഹോദരങ്ങളെ നിർവഹിക്കുന്നതായിരിക്കും. അതിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രസാദ് സോവരൻ, നമ്മുടെ സഭയിലെ പ്രസാദ് സോവരൻ കടന്നു വന്ന് പ്രാർത്ഥന നിർവഹിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് 3 പാട്ട് പ്രിയമക്കളിലൂടെ കേൾക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനകളുടെ ദൈവസന്നിധി ആയിരിക്കാം. പ്രസാദ് സോവരനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അവിടുത്തെ മുമ്പായി പാതക്കണം ഒരു സാവകാശമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പാലക്കാലത്തെ ബന്ധപ്പാട്ടിന് ശേഷം കർത്താവെ ഞങ്ങൾ നേരത്തെ കടന്നുവരികയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അതുപോലെ അവിടുത്തെ വേദന ഞങ്ങൾക്ക് കർത്താവെ സേവിക്കുവാനും ഒരു സാവാസം ഞങ്ങൾ വീട്ടിൽ സ്തുതിക്കുന്നു. ദൈവദാസനെ കർത്താവെ അവിടുന്ന് നേരത്തെ തന്നെ കുട്ടികൾക്കും അതായിട്ട് സ്വത്ത് ചെയ്തു ക്ഷേമത്തോടെ കർത്താവ് സഹായിച്ചു കൊടുത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ദാസനെ അവിടുത്തെ വചനം നൽകണം കർത്താവ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയത്തിൽ അനുഗ്രഹത്തിനായി തീരുവാൻ അവിടുന്ന് സഹായം കർത്താവെ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കർത്താവ് ആത്മാവിൻ്റെ ശുശ്രൂഷയായിട്ട് സഹായം പ്രാർത്ഥിക്കുന്നു. അത് പ്രിയ ദൈവദാസനും അതുപോലെ ഇവിടെയുള്ളതായ എല്ലാ വിശുദ്ധന്മാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തീരുവാൻ കീഴാകണം എന്ന് ഞങ്ങൾ അവർക്ക് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവ് കടന്നു സഹായിച്ചല്ലോ. ഇനിയും കടന്നുള്ളവർ കടന്നു കർത്താവ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തുടർന്ന് കർത്താവ് പാട്ടുകൾ പാടുന്നുണ്ടല്ലോ. കർത്താവേറ്റ കുഞ്ഞുങ്ങളെ പാടുവാൻ സഹായം കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ പാട്ടുകൾ നടക്കണം, അത് മനോഹരമായി പാടാൻ നിൽക്കണം. അതിൽ പാടാൻ സഹായിക്കണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു.
കടന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സർവ്വധികമായ സ്തോത്രം എല്ലാ നമുക്ക് ഉപകാരത്തിന് സ്തോത്രം മഹത്വം കൊടുക്കണമെന്ന് കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയോടെ സമർപ്പിച്ചു കൊടുക്കുന്നു. ആമേൻ. നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാര്, യുവ സഹോദരി സഹോദരന്മാര് ഇന്ന് പാടുവാനായിട്ട് അവരെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്ന പാട്ടുകൾ ഒന്നും തന്നെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് ആരാധിക്കുന്നതാണ്. സകല സൃഷ്ടികളും വാഴ്ത്തി സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന, ഉന്നതനും ശ്രേഷ്ഠനുമായിരിക്കുന്ന മഹാദൈവവും രക്ഷിതാവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു രാജാവിനെ സ്തുതി, യേശു രാജാവിനെ സ്തോത്രം. ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഒരു ഗാനമാണ് ആരംഭ ഗാനമായിട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെയും വൻഭാരങ്ങളും ശാപങ്ങളൊക്കെ നീക്കിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. താൻ സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് വന്ന് നിന്ദിതനും നിസ്സാരമായി തീർന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് താൻ ജീവിക്കുന്നു. കർത്താവിനെ സ്വീകരിച്ച ഏത് പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ തുമ്പങ്ങള്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, കഷ്ടതകളൊക്കെയും കടന്നു വരുമ്പോഴും ഈ കർത്താവ് കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവാണ്. ഈ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഗീതം നമുക്ക് ഇപ്പോൾ കേൾക്കാം. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതന യേശുവെ എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാനം ഗ്രൂപ്പായിട്ട് യുവ സഹോദരങ്ങൾ പാടുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ അതിനായിട്ട് ദൈവനാമത്തിലെ ക്ഷണിച്ചുകൊള്ളുന്നു.
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമ്മുടെ വൻഭാരങ്ങളും ശാപങ്ങളൊക്കെയും താൻ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ച് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി നമ്മളെ തീർക്കുക മാത്രമല്ല, വൻതുമ്പ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ചിലപ്പോൾ നമ്മുടെ സ്നേഹിതരും നമ്മുടെ ഉറ്റവരൊക്കെയും അല്പകാലമൊക്കെയും നമ്മുടെ സമീപത്തുണ്ടായി എന്ന് വരാം. അവരെ പിന്നീട് അവരുടെ സാമീപ്യം ഇല്ലാതായി തീരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ ഈ തുമ്പനേരങ്ങളിലൊക്കെയും നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലമാണ് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ യേശുരാജാവിനെ വാഴ്ത്തി മുഖത്തപ്പെടുത്തുന്ന ഒരു ഗാനം പ്രിയ മക്കളിലൂടെ നമുക്ക് കേൾപ്പാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മുഖത്തപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ കർത്താവ് ഏറ്റവും പരിശുദ്ധനാണ്. സ്വർഗത്തിൽ കേൾക്കുന്ന അതിമനോഹരമായ ശബ്ദം എന്ന് പറയുന്നത് പരിശുദ്ധൻ 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 എന്നുള്ളതാണ്. ദൈവം ഇന്നലെയും ഇന്നും എന്നും വാക്കുമാറാത്തവനായിരിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധിക്കും മാറ്റമില്ല. ദൈവം മഹാ ഉന്നതനായിരിക്കുന്ന ദേവനാണ്. പരമെങ്ങും വിളങ്ങുന്ന മഹേശ്വരനാണ് നമ്മുടെ കർത്താവ്. ആ സ്വർഗസിംഹാസനം വിട്ട് ഭൂമിയിലേക്ക് വന്ന് പാലിലെങ്ങും വിളങ്ങുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, നമ്മുടെ കർത്താവിൻ്റെ നാമം. നമ്മുടെ കർത്താവ് ഏറ്റവും താഴ്ചയുള്ളവനായി തീർന്നെങ്കിലും തൻ്റെ സ്വർഗത്തിലെ ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി തന്നെ മാനിച്ചിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്, നിത്യദാതനാണ്. യശപ്രവാചകൻ പുസ്തകം 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ലോകാധിപത്യം അവൻ്റെ മേൽ ഇരിക്കുകയാണ്. ഇത്ര ഉന്നതനായിരിക്കുന്ന ദൈവമാണ് നമ്മളെ സ്നേഹിച്ച് ഈ താളഭൂമിയിലേക്ക് കടന്നു വന്നത്. അവൻ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഗീതം ഷക്കീന സ്റ്റഫാൻ ഇപ്പോൾ നമുക്കായി പാടുന്നതായിരിക്കും. പ്രിയ സഹോദരിയെ അതിനായിട്ട് കർത്താവിന് വേണ്ടിയേറിയ നാമത്തിനെ ക്ഷണിച്ചു കൊള്ളുന്നു.
നമ്മുടെ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്ന വീരനാം ദൈവം, അത്ഭുതമന്ത്രിയായിരിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നവരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പ്രിയമകളിലൂടെ കേൾക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. നമ്മുടെ ദൈവത്തെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായ ലോകത്തും സ്വർഗത്തിലും ആരുമില്ല. ദൈവം ഏറ്റവും പരിശുദ്ധനാണ്, ഏറ്റവും ഉന്നതനാണ്. ദൈവം ആരാധന സ്വീകരിക്കുവാൻ യോഗ്യനായ ദൈവമാണ്. ഈ ദൈവത്തെ ആരാധിക്കാനോ മഹത്വപ്പെടുത്തുവാനോ അങ്ങനെയുള്ള ആത്മീയ ഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിക്കാനോ ഒന്നും നമ്മൾ യോഗ്യരായിരുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഈ വലിയ രക്ഷയിലേക്ക് വന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള യോഗ്യത ലഭിച്ചു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, തന്നെ മുറ്റും ദൈവത്തിനായി സമർപ്പിക്കുകയാണ്. ഈ ദൈവത്തിനെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് പാടുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അങ്ങേപോലെ എൻ ദൈവമേ ആരുള്ളൂ ദൈവമേ എന്ന് തുടങ്ങുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം യുവ സഹോദരി സഹോദരന്മാരെ നമുക്കായിട്ട് ഇപ്പോൾ പാടുന്നതാണ്. ഈ പാട്ടോടുകൂടെ ഈ ഗാന ശുശ്രൂഷ അവസാനിക്കുകയാണ്. അതിനുശേഷം പതിന ശുശ്രൂഷയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ പാട്ട് പാടുവാനായിട്ട് ദൈവനാമത്തിലെ ക്ഷണിച്ചു കൊടുക്കും.
ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ആരാധന ഗീതം പിന്നെ നമുക്ക് കേൾപ്പാൻ പ്രിയമക്കളിലൂടെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർത്തു. നമ്മുടെയൊക്കെ ഈ പരദേശവാസ ജീവിത യാത്രയിൽ നമുക്ക് ചാരുവാനും ആശ്രയിക്കാനും യേശുക്രിസ്തുവിനെ പോലെ നമ്മുടെ പ്രാണപ്രിയനെ പോലെ തുല്യനായിട്ട് വേറെ ആരുമില്ല. നമ്മളൊക്കെ അത് ഇന്നും ദൈവകൃപയാൽ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതാണ്. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. പാട്ടുപാടിയ പ്രിയ കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഒരു വലിയ ഗായക സംഘമല്ല എങ്കിലും യുവസ്വരന്മാരെ ആത്മീയ കാര്യങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള താല്പര്യത്തിലാണ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ മീറ്റിങ്ങുകളിൽ പുറത്തുള്ളവരെ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കാതെ പലരും ഒരുപാട് താല്പര്യമുള്ളവരുണ്ട് എങ്കിലും നമ്മൾ അവരെ ആ കാര്യത്തിനകത്ത് ക്ഷണിക്കാതെ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും അവരുടെ കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും സഭയുടെ സന്തോഷത്തിനും ആയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അതിനകത്ത് അവർ വളരെയേറെ ത്യാഗം സഹിക്കുന്നുണ്ട്. കർത്താവിനുള്ള നന്ദിയും സന്തോഷവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയ ദേവദാസന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ദേവദാസനോടുള്ള ബന്ധത്തിൽ താന് സ്വദേശത്തും വിദേശത്തുമായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ദേവദാസനാണ്. അതുപോലെ ക്ലാസ് മാത്രമല്ല പരസ്യമായിട്ടും കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ചെറിയ സ്ഥലങ്ങളിലായാലും വലിയ സ്ഥലങ്ങളിലായാലും ചെറിയ കൂട്ടത്തോടായാലും വലിയ കൂട്ടത്തോടായാലും ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് അറിയിക്കുന്ന ഒരു ദൈവദാസനാണ്. ഇന്ന് നമ്മോട് ദൈവവചനത്തെ ഇന്ന് ശുശ്രൂഷിക്കുന്നത് തന്നെ ലഭിച്ചത് കർത്താവിനുള്ള നന്ദിയും സന്തോഷവും ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർ ഒരാളായിരിക്കുന്ന CJ അംബ്രോസ് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം മോൻസോരൻ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ഏകദേശം 8:30 മണി സമയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സമയം വരെ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രിയ ദൈവദാസന്മാരെ ശുശ്രൂഷകൾക്കായിട്ട് ക്ഷണിച്ചുകൊള്ളും. നമുക്ക് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേക വേദാസനെ ദൈവം തത്വസമയത്ത് വന്നു ചേരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ക്ഷമത്തോടെ തന്നെ സൂക്ഷിച്ച ദൈവത്തെ നന്ദി പറയുവാൻ പറ്റിയാൽ നമുക്ക് ശുശ്രൂഷയോടെ പ്രാർത്ഥിക്കാം. വാർത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുകയാണ്, മോഹപ്പെടുത്തുകയാണ്. പ്രിയ പിതാവാൻ ദൈവമേ, വീണ്ടും ഒരുപാട് കാലം കാണുവാൻ ഞങ്ങളെ എവരെയും കർത്താവ് അനുവദിച്ചു. പ്രത്യേക ഞങ്ങളെ സ്തുതി സ്തോത്രവും അവരുടെ സന്നിധാനത്തിൽ ഞങ്ങൾ അർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ പ്രാർത്ഥന കേട്ടു. പ്രേമദാസൻ കർത്താവെ കടന്നു വരാൻ എന്ന് പറഞ്ഞത് അനുസരിച്ച് കർത്താവെ കടന്നു വരുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പതിനഞ്ചിൻ്റെ മുമ്പായി ആയിരിക്കാനും കർത്താവ് ഒരുക്കിയ ആ സന്ദർഭത്തെ ഓർത്ത് അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങനെ മോശപ്പെടുത്തിയ കർത്താവെ പറ്റിയാൽ കർത്താവെ പ്രിയദാസനെ അങ്ങേക്ക് അരങ്ങിലേക്ക് ബലമേൽപ്പിക്കാൻ കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന തോത് കർത്താവെ വ്യക്തമായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പ്രിയപ്പെട്ടദാസനെ കർത്താവ് സഹായിക്കണം, ശക്തീകരിക്കണം. പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ഏറിയ ബലത്തോടെ കർത്താവെ വന്നും ശുശ്രൂഷിക്കുവാൻ പ്രിയദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരെയും ഞങ്ങളെയും പ്രിയദാസനെയും ഒരുപോലെ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവം മഹത്വം കർത്താവ് അറിയിക്കുന്ന യേശു കർത്താവിൻ്റെ മഹത്വമാക്കി ശാന്തത്തിന്റെ പിതാവെ കേൾക്കണമേ. ആമേൻ.
നമ്മുടെ നമ്മുടെ കർത്താവിൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ പുൾപിറ്റിൽ നിർത്തിയ നമ്മുടെ കർത്താവിനും ഈ സഭയ്ക്കും അതിന് മുഖാന്തരമായി തീർന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഹൃദയംഗമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേക കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്ന ലോക്സഭയും സഭയിലെ മറ്റെല്ലാ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർക്കും മാത്രമല്ല ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഹൃദയംഗമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള പല യുവ സഹോദരിമാരെ ഇവിടെ കാണാനായിട്ടിടയായി തീർന്നു. വളരെ സന്തോഷമുണ്ട്. അവരുടെ എല്ലാവരുടെയും തന്നെ കുടുംബങ്ങളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അതിൽ പലരും ഇവിടെ പാട്ട് പാടാനായിട്ട് നിൽക്കുന്നതും കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം അനുവദിച്ചാൽ നാളെ അല്പസമയം എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നേരിട്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ പലരുടെയും ഉള്ളിൽ അവിടെ കുട്ടികളെല്ലാവരും പാട്ട് പാടാൻ നിന്ന ഏറ്റവും യുവ സഹോദരിയാണ്. മിടുക്കിയാണ് കേട്ടോ. പാട്ട് പാടിയില്ലേ? ഇനി അടങ്ങിയിരുന്നോളൂ, കുറച്ച് നേരമുള്ളൂ, നമുക്ക് ശ്രദ്ധയോടുകൂടെ ഇരിക്കാം. ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ എൻ്റെ ദൈവമേ, അബദ്ധം പറ്റി. ഇതിൽ നിന്ന് ഒക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളവരും എപ്പോഴും ഓർക്കാറുള്ളതുമായൊരു വാക്യമാണ് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പ്രകാശം ലഭിച്ച ഒരു വിഷയമായതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് പ്രത്യേകിച്ചും ഈ വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയാനാണ് കർത്താവിൽ ശരണപ്പെടും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം. ഈ വാക്യത്തിൽ എത്ര സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്? ഏത് സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്? വേഗം പറയണം, നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് വർക്ക് ചെയ്യണം. ഏത് സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്? 1. മോൻ എത്രയാ പറഞ്ഞേ? ലക്ഷോ? ഈ വാക്യത്തിൽ 1. ഈ വാക്യത്തിലെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ ഇന്ന് നമ്മുടെ സംഖ്യ എത്രയാ? 1. 1 എന്നുള്ള സംഖ്യ കിട്ടണം നമുക്ക് ദൈവമക്കൾക്ക്. ഈ 1 എങ്ങനെ കിട്ടും?
എത്രയോ സംഖ്യകൾ ഇങ്ങനെ കിടക്കുകയാണ് മുന്നിൽ. എന്നാൽ പൗലോസ് പറയുന്നത് ഒന്ന്. കർത്താവ് മാർത്തയോടും മറിയയോടും ബന്ധപ്പെട്ട് പറഞ്ഞു, അല്പമേ വേണ്ടൂ, അല്ല എത്ര മതി? ഒന്നു മതി. ആ ഒന്നാണ് ഈ ഒന്ന്, ഈ ഒന്നാണ് ആ ഒന്ന്. എത്ര വേണം? എത്ര വേണം? ആ ഒന്ന് മതി. മോള് ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് മാത്രമല്ല, ഉത്തരം പറഞ്ഞു തുടങ്ങി. എങ്ങനെയാണ് ഈ ഒന്ന് കിട്ടുന്നത്? കണക്കറിയണം. ഫിലിപ്പി ലേഖനത്തിൽ നിന്നല്ലേ നമ്മൾ കണ്ടത്. എങ്ങനെ ഈ കണക്ക് കിട്ടിയത്? 1:9 നോക്കിയേ. ഫിലിപ്പിയർ 1:9. മതി. ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുന്നവർക്ക് ലഭിക്കുന്ന സംഖ്യയാണ് എത്ര? വെറുതെ കിട്ടില്ല, ഇത് കണക്ക് കൂട്ടി കിട്ടിയതാണ്. ഭേദാഭേദങ്ങളെയൊക്കെ ഇങ്ങനെ വകതിരിച്ച് നല്ല പോലെ കണക്ക് കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യയാണ് 1. അതാണ് പൗലോസ് പറയുന്നത്, 1 ഞാൻ ചെയ്യുന്നു. 4-ാം അധ്യായം 6-ാം വാക്യം നോക്കിയേ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഈ 1 നാം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഈ 1 നമ്മുടെ സംഖ്യയാണെങ്കിൽ, പിന്നെ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണം. എല്ലാം മനസ്സിലാവുണ്ടോ? ഇവിടെ പ്രൈസലോട് പറഞ്ഞ പോലീസ് വരുമ്പോൾ ഇങ്ങനെ വല്ല കുഴപ്പമില്ല. പ്രൈസലോ 1 നമ്മുടെ സംഖ്യയെങ്കിൽ, 1 നാം തെരഞ്ഞെടുക്കുന്നതെങ്കിൽ, പൗലോസിന്റെ പോലെയുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടേതെങ്കിൽ, പിന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. എന്ന് വെച്ചിട്ട് വിചാരങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാത്ത അന്യമായ ജീവിതമല്ല ക്രിസ്തീയ ജീവിതമെന്ന് ഇതേ വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്കുണ്ട്. ആർക്കാ ഇല്ലാത്തത്? പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഏതെങ്കിലും നിലയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാത്തതാർക്കാ? ആർക്കുണ്ടാവില്ല. പക്ഷെ ഈ 1 നമ്മുടെ തെരഞ്ഞെടുപ്പെങ്കിൽ, പിന്നെ ഒന്നിനെ കുറിച്ചും കർത്താവ് അത് ആവർത്തിച്ച് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. അപ്പൊ ഈ 1 എങ്ങനെയാ കിട്ടുന്നത്? പൗലോസിന് എങ്ങനെയാ കണക്ക് കൂട്ടിയപ്പോൾ ഭേദാഭേദങ്ങളൊക്കെ വകതിരിച്ച് മനസ്സിലാക്കിയപ്പോൾ പൗലോസിന് കിട്ടിയ സംഖ്യയാണ് 1. ഈ 1 കിട്ടുന്നതിന് പൗലോസ് 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള കാര്യങ്ങളെ മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ സംഖ്യയാണോ? മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ സംഖ്യ. വേണ്ടെന്ന് വച്ചപ്പോ, വിലയില്ലാ ചവറുകളെ ചവറുകളാക്കി തന്നെ എണ്ണിയപ്പോ, ഒരുപാട് കാര്യങ്ങൾ മൈനസ് ചെയ്തപ്പോ
ലാസ്റ്റ് കിട്ടിയ സംഖ്യയാണ്. ഭേദാഭേദങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ സംഖ്യയാണ് എത്ര? 1. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, വളരെ സന്തോഷം. ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുള്ള പൗലോസ് അങ്ങനെ പറയുന്നുണ്ട്. ആരാലേ പൗലോസ്? ദൈവസഭയ്ക്ക് നേരെ കുലയും ഭീഷണിയും ശ്വാസോച്ഛ്വാസം പോലെ കൊണ്ടു നടക്കുന്ന മനുഷ്യൻ. പിന്നെ താഴെ പറയുന്നുണ്ട് കുടുംബമേത, കുലമേത, ബെന്യാമീൻ ഗോത്രക്കാരൻ, പരീശരുടെ പരീശൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ശുഷ്കാന്തി സംബന്ധിച്ച് ദൈവസഭയെ ഉപദ്രവിച്ചു പോന്നവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, മൈനസ്. അവിടെ തന്നെ പറയുന്നു ലാഭമായിരുന്നതൊക്കെയും മൈനസ്. അപ്പോ ഒരു സംഖ്യ കിട്ടി. ആ സംഖ്യയാണ് എല്ലാവരും കൈവർത്തി എന്ന് കാണിച്ചാൽ ഇന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്താ? 1. ഇനി മറക്കരുത്, മോൺസസോരം പറഞ്ഞിട്ട് വന്നിട്ട് 1 കുറിച്ചാണ് പറഞ്ഞത്. ഇത് മതി നമുക്ക്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം എടുക്കാം നമുക്ക്. ലൂക്കോസ് 2. രണ്ടാം അധ്യായത്തിലെ സ്വർഗീയ ദൂതന്മാരുടെ ഒരു സംഘം വേറൊരു ദൂതനോട് ചേർന്നൊരു പാട്ട് പാടി. ആ വാക്യം ഒന്ന് വായിച്ചേ. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം പാടിയ പാട്ടാണ്. സ്വർഗീയ സൈന്യത്തിൻ്റെ സംഘം, ദൂതന്മാരുടെ ഒരു കൂട്ടം ഭൂമിയിൽ വന്ന് പാടിയ പാട്ടാണ്. ആ പാട്ടിൻ്റെ 1-ാം വരി എന്താണ്? പാട്ട് തുടങ്ങുന്നത് എങ്ങനെയാ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. 1-ാം വരി അതാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ 1-ാം വരി, 1-ാമത്തെ ലക്ഷ്യം, ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ 1-ാമത്തെ ലക്ഷ്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, അതാണ്. ഇവിടെയാണ് നമ്മൾ വായിക്കുന്നത്. വേറൊരു ഭാഗം വായിക്കുന്നുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിലൊരു വരിയുണ്ട്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അപ്പൊ സ്വർഗീയ ദൂതന്മാർ അവിടെ 1-ാമത് ചെയ്യുന്നത് എന്താ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന്, അതുപോലെ ഭൂമിയിലാകണം. എവിടെ? ദൈവസഭയിൽ, ദൈവമക്കളുടെ ഇടയിൽ. അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇവിടെ പാടിയ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെയാണല്ലോ, ഉന്നതങ്ങളിൽ അവന് സ്തുതി, ദൈവത്തിന് സ്തുതി. അപ്പോൾ 1 എന്ന തെരഞ്ഞെടുപ്പ് പൗലോസ് നടത്തി. ഈ തെരഞ്ഞെടുപ്പ് നടത്തിയതിൻ്റെ ലക്ഷ്യം 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് മൈനസ് ചെയ്ത് കളഞ്ഞതെന്ന് നമ്മൾ കണ്ടു. 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ മൈനസ് ചെയ്ത് കളഞ്ഞു. ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണിക്കളഞ്ഞു. ഇനി മൈനസ് ചെയ്ത് ഇതൊക്കെ കളയുമ്പോൾ പൗലോസിനൊരു ലക്ഷ്യമുണ്ട്.
ആ ലക്ഷ്യം എന്താണെന്ന് ഒന്ന് വായിക്കാം, നമുക്ക് നോക്കാം. എല്ലാവരും ബൈബിളിലേക്ക് ഒന്ന് നോക്കൂ. 9 മുതൽ 11 വരെ നോക്കി. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ആ ആ ആ ആ മതി. എന്തായിരുന്നു ലക്ഷ്യം? ഈ 1 കിട്ടാൻ വേണ്ടി കുറെ മൈനസ് ചെയ്ത് കളഞ്ഞു. എന്തിനാണ് ഈ നഷ്ടങ്ങളൊക്കെ സഹിച്ചത്? ക്രിസ്തുവിനെ നേടേണ്ടതിന്. ഇതൊരു ലക്ഷ്യമാണ്. ക്രിസ്തുവിനെ നേടേണ്ടതിന്. പിന്നെ അവനിൽ ഇരിക്കേണ്ടതിന്, അവന്റെ മരണത്തോട് അനുരൂപപ്പെടേണ്ടതിന്, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയേണ്ടതിന്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണും. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചത്? ഇതിനു വേണ്ടിയാ? വെറുതെയാണോ? വെറുതെയാണോ? വെറുതെയല്ല, വെറുതെയാവില്ല. ചെറിയാൻ സാറ് പാടി, വൃഥാവിൽ അല്ല ഞാൻ ചെയ്യും പ്രയത്നം, ഒടുവിൽ ഞാൻ കൊയ്യും, തടയുവാൻ ഇല്ലൊരു കയ്യും. ഹല്ലേലൂയ. കേട്ടിട്ടില്ലേ? വൃഥാവിലാവില്ല നാം ചെയ്ത പ്രയത്നമൊന്നും. വെറുതെയല്ല ഇതൊക്കെ മൈനസ് ചെയ്തത്. 1 അത് മാത്രം ലക്ഷ്യം. 1 ഞാൻ ചെയ്യുന്നു. ഇനി ഇങ്ങനെ ചെയ്യുന്നതിൽ പൗലോസിന്റെ ഓട്ടം അല്ലേ? 1 ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നു. എളുപ്പമാണോ? നമ്മളൊരു വിദേശത്തേക്കൊക്കെ പോയി കഴിയുമ്പോൾ പോകുന്ന നാടിനെയും വീടിനെയൊക്കെ മറക്കാൻ എളുപ്പമാണോ? ഒന്ന് ആലോചിച്ച് നോക്കി. പിമ്പിലുള്ളതിനെ മറന്നു എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അസ്ഥി തുളയ്ക്കുന്ന വേദനയാണ്. അങ്ങനെ ചിലതൊക്കെ മറക്കാൻ പറ്റുമോ? എന്നാൽ പിമ്പിലുള്ളതിനെ, ഇതുവരെയുള്ളതിനെ മറന്നു. പിന്നെ എന്ത് ചെയ്തു? പിമ്പിലുള്ളതിനെ മറന്നു, മുമ്പോട്ടാഞ്ഞു. സ്ട്രെയിനിങ് ഫോർവേഡ്. സ്ട്രെയിൻ തന്നെയാ. മുമ്പോട്ടാഞ്ഞു. എവിടേക്ക് ആഞ്ഞു? അപ്പൊ പൗലോസിന്റെ തെരഞ്ഞെടുപ്പാണ് 1 ഓടുവാനുള്ള തെരഞ്ഞെടുപ്പ്. ഞാൻ ഓടുന്നു. ഓട്ടത്തിൻ്റെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദിശ എങ്ങോട്ടാ? ഓട്ടം ബുദ്ധിമുട്ടാണ്. പിമ്പിലുള്ളതിനെ മറന്നിട്ടാണ് ഓടുന്നത്. നഷ്ടങ്ങളാണ്. എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഓടുന്നത്. പക്ഷെ ദിശ എങ്ങോട്ടാ? പിന്നിലേക്കല്ല, മുമ്പോട്ടോടുന്നു. ദിശ മുമ്പോട്ടാണ്. പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അധൈര്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
എന്നാൽ പൗലോസ് മുമ്പോട്ട് ആഞ്ഞോടുവാൻ തീരുമാനിച്ചു. പിന്നോട്ടേക്കില്ലെന്ന് തീരുമാനിച്ചു. എന്തൊക്കെ നഷ്ടം വന്നാലും മുമ്പോട്ട് തന്നെ ഓടും എന്ന് തീരുമാനിച്ചു. അവസാനം തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ഓട്ടം തികച്ചു, തികയ്ക്കുന്നിടം വരെ ഓടി. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ല. പല പ്രതിസന്ധികളുണ്ടായി. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, സഹോദരന്മാരാലും ആപത്തുണ്ടായി, കള്ള സഹോദരന്മാരാലും ആപത്തുണ്ടായി, കരയിലും ആപത്തുണ്ടായി, കടലിലും ആപത്തുണ്ടായി, എല്ലായിടത്തും ആപത്തുണ്ടായിരുന്നു. പക്ഷേ സഹോദരന്മാരാലുള്ള ആപത്തൊക്കെ ഉണ്ടായാൽ നമ്മൾ പലരും ഓട്ടം നിർത്തും. പല സഹോദരന്മാരും ഓട്ടം നിർത്തി പിന്മാറ്റത്തിലൊക്കെ പോയിട്ടുള്ളത് എന്താണെന്നറിയോ? സഭയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ദൈവമക്കളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരോട് വഴക്കുണ്ടാക്കി പിണങ്ങി, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടം നിർത്തിയ ആളുകളുണ്ട്. ഉണ്ടോ ഇല്ലേ? ഒരുപാടുണ്ട്. പൗലോസിന് ഇതേ പരീക്ഷണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ പൗലോസ് എന്ത് ചെയ്തില്ല? ഓട്ടം നിർത്തിയോ? ഓട്ടം നിർത്തിയില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, 2 തിമോഥെയോസ് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നാണ് പൗലോസ് പറഞ്ഞത്? വേഗം പറയൂ. പുതപ്പ്, ചർമ്മലിഖിതം, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, പുസ്തകം നമുക്കറിയാം, അന്ന് ലഭിച്ചിട്ടുള്ള ന്യായപ്രമാണ പുസ്തകങ്ങൾ. മരണം കൺമുമ്പിൽ നൃത്തം വയ്ക്കുമ്പോഴും പൗലോസ് ആവശ്യപ്പെടുന്നത് ദൈവവചനമാണ്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും ആവശ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനവും ചർമ്മലിഖിതങ്ങളും, എഴുതുവാനുള്ള കാര്യങ്ങളും. അത് രണ്ടും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ കൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ? പുതപ്പ്, പുസ്തകം, പിന്നെ പറഞ്ഞെന്താ? ചർമ്മലിഖിതം. അതിൽ പുതപ്പേ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് പൗലോസ്. ആ കാരാഗ്രഹത്തിന് കുറെ പ്രത്യേകതകളുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ ക്ലോക്കാണെങ്കിൽ എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കുറെ ഞാൻ വിട്ടുകളയാം. പുതപ്പ് വേണം. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളെന്താ വായിച്ചേ? എന്തൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരാളാ, എന്തൊക്കെ ഉന്നതമായ പദവി ഉണ്ടായിരുന്ന ഒരാളാ. കാരാഗ്രഹത്തിനുള്ളിൽ മരണം കാത്ത് കിടക്കുമ്പോൾ ഒരു പുതപ്പ്. K.A. ഫിലിപ്പ് സാറ് മൈലപ്ര, അദ്ദേഹം മഹാനായ പൗലോസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പൗലോസ് കിടന്ന കാരാഗ്രഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇത് പഠിക്കാൻ വേണ്ടി അവിടെയൊക്കെ പോയി. അദ്ദേഹം പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൽ, ആ പ്രദേശങ്ങളിൽ ചിലപ്പോൾ അസ്ഥി തുളയ്ക്കുന്ന തണുപ്പാണ്. അതാണ് ഞാൻ ഇത്ര നേരം വെള്ളത്തിൽ കഴിച്ചു എന്നൊക്കെ പൗലോസ് പറയണില്ലേ, ആ തണുപ്പിൻ്റെ കാര്യമാണ്. ആ കാരാഗ്രഹത്തിനുള്ളിൽ ആ പ്രത്യേക സമയത്ത് ആ പ്രദേശം മുഴുവൻ അസ്ഥി തുളച്ചു കയറുന്ന തണുപ്പാണ്. ആ തണുപ്പിൽ ഒന്ന് പുതച്ചു കിടക്കാൻ പോലും അപ്പോസ്തലനായ പൗലോസിന് പുതപ്പില്ല. ആലോചിക്കണം, നന്നായി ആലോചിക്കണം. എവിടെ ഇരുന്ന മനുഷ്യനാണ്, എന്തിനു വേണ്ടിയാ, ആർക്ക് വേണ്ടിയാ?
അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ ചെയ്തെന്നുള്ളത്? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തു തന്നിട്ടുള്ള പരിജ്ഞാനത്തിനായി. ഒരു പുതപ്പ് പുതയ്ക്കാനില്ലാതെ കിടക്കെ. ആലോചിച്ച് നോക്കണം. തിമോഥെയോസ് ഇന്നത്തെ പോലെയുള്ള വേഗതയിലൊന്നും അവിടെ എത്താൻ കഴിയില്ല. പുതപ്പൊക്കെ ആയിട്ട് അവിടെ എത്തുമ്പോഴേക്കും പൗലോസിനെ കൊന്നു കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം. മരണം വരെ ഓടി. ഓട്ടത്തിന്റെ ദിശ മുമ്പോട്ടായിരുന്നു, ഒരിക്കലും പിൻപോട്ട് പോയില്ല. ഒരിക്കലും പിൻപോട്ട് പോയില്ല. ഇതാണ് ഒരു പടയാളി. പൗലോസ് തന്നെ പടയാളിയെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, അംഗം പൊരുതുന്നവൻ മുമ്പോട്ട് പോകുന്നു, ഉന്നതമായ ലക്ഷ്യം. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി. നോട്ടം ആരെയായിരുന്നു? മോനെ, അവനെ വിളിച്ച അവിടെ ഇരിക്കും. ആരും എന്നോട് പണങ്ങരുത് കേട്ടോ, ഞാൻ പിള്ളേരെ നടക്കിയിരുത്താൻ നോക്കണമെന്നുള്ളൂ. എൻ്റെ മോനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നൊന്നും പറയരുത്. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടി അതൊക്കെ സഹിച്ചത്. ഇനി മറ്റൊരു കാര്യം, ദിശ മുമ്പോട്ടാണ്. ഇനി ഈ ഓടുമ്പോൾ, ഇത്രയും പ്രയാസപ്പെട്ട് ഓടുമ്പോൾ പൗലോസിൻ്റെ വികാരം എന്താ? വികാരം മീൻസ് ഫിലിപ്പിയ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത് എന്താ? കേട്ടിട്ടില്ലേ? ഫിലിപ്പിയ ലേഖനത്തിലെ ഏറ്റവും കൂടുതൽ തവണ പൗലോസ് പറയുന്നത് എന്തിനെ കുറിച്ചാ? സന്തോഷിപ്പിൻ. ഓട്ടത്തിൻ്റെ സന്തോഷം. ഓട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. 1, ഓടാനുള്ള തെരഞ്ഞെടുപ്പ്. 2, ഓട്ടത്തിൻ്റെ ദിശ മുമ്പോട്ട്. ഓട്ടത്തിൻ്റെ ഇങ്ങോട്ട് നോക്കിയേ. പിള്ളേർക്കൊരു പേടി നല്ലത് അതുകൊണ്ടാണ്. ചെറിയ കുഞ്ഞുങ്ങൾ അവർക്ക് അറിയാണ്ടാണ്. ഓട്ടത്തിൻ്റെ മനോഭാവം എന്താ? ഓട്ടത്തിൻ്റെ മനോഭാവം എന്താ? ഇപ്പോ സന്തോഷം. ദുഃഖിച്ചല്ല ഓടുന്നു കേട്ടോ. ഇതൊക്കെ സഹിച്ചിട്ട് പിറുപിറുത്ത് വിഷമിച്ച് നോ അല്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ വന്നിങ്ങ് ഇരിക്കല്ലേ, ഇങ്ങനെ ഇക്കിളിയിട്ട പോലും ചിരിക്കില്ല. ഒരു കരിങ്കല്ലിനെ നോക്കിയിട്ട് ഈ ആളുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ കരിങ്കല്ല് പാവാൻ തോന്നും, അത്ര കടുപ്പാ. എന്തെങ്കിലും ചെറിയ കാര്യത്തിൻ്റെ പേരിലേ ഉള്ള സന്തോഷം മുഴുവൻ കളഞ്ഞിങ്ങനെ മസം പിടിച്ചിരിക്കുക. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് വായിക്കുന്ന പോലെ ഈ ഒരാളുടെ ഇരിപ്പ് കാരണം ആ സഭയുടെ മൊത്തം സന്തോഷം. അല്ലെങ്കിൽ ഇങ്ങനെ 1 or 2 ആളുണ്ടായാൽ മതി ആ സഭയുടെ മൊത്തം സന്തോഷം. എന്താ മനോഭാവം ഓട്ടത്തിൻ്റെ വേണ്ടത്? എന്താ വേണ്ടത്? പറയൂ. സന്തോഷത്തോടുകൂടെ ഓടണം. പൗലോസ് ഈ സന്തോഷത്തോടുകൂടെ ഓടുമ്പോൾ പൗലോസിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം നമുക്ക്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7, 8, 9 വാക്യങ്ങൾ നോക്കിയേ. 7, 8, 9.
മതി. നല്ല ശാരീരിക പ്രശ്നങ്ങളാണ്, ചെറിയതൊന്നുമല്ല. പൗലോസ് കർത്താവിനോട് ഇതൊന്ന് മാറ്റിത്തരണേ കർത്താവേ എന്ന് പറയണമെങ്കിൽ ചെറിയ കാര്യമൊന്നുമല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആപത്തുകൾ ഒരു കൂട്ടമുണ്ട്, അത് വേറെയുണ്ട്, അത് വേറെ എഴുതിയിട്ടുണ്ട്. വിഷമിക്കാനാണെങ്കിൽ, സങ്കടപ്പെടാനാണെങ്കിൽ, നിരാശപ്പെടാനാണെങ്കിൽ, പിറുപിറുക്കാനാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ പോലും, ഒരൊറ്റ തവണ പോലും പൗലോസ് പരാതി പറഞ്ഞില്ല. മുമ്പോട്ടാഞ്ഞോടി. മുമ്പോട്ടേക്കാഞ്ഞോടിക്കൊണ്ടിരുന്നു. ഓട്ടത്തിൻ്റെ മനോഭാവം എന്താ? എങ്ങനെ ഓടണം? എങ്ങനെ ഓടണം? സന്തോഷത്തോടെ ഓടണം. മുഖത്ത് ഒരു പുഞ്ചിരിയും പ്രത്യാശയൊക്കെ വേണം. ഒരു സന്തോഷമൊക്കെ വേണം. ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ട്. 63 സങ്കീർത്തനം ഒന്ന് എടുത്തേ. 63 സങ്കീർത്തനം. അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളൊന്ന് നോക്കിയേ. എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നേ? എങ്ങനെയാ സ്തുതിക്കുന്നേ? എങ്ങനെയാ സ്തുതിക്കണ്ടേ? എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുക? നാളെ ഞായറാഴ്ചയാണല്ലോ, നമ്മളൊക്കെ ആരാധനയ്ക്ക് വരും. എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കണ്ടേ? സന്തോഷത്തോടെ സ്തുതി. എൻ്റെ വായ് സന്തോഷമുള്ള അതരങ്ങളാൽ നിന്നെ സ്തുതിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ സഹോദരന് ഇപ്പോൾ സന്തോഷിക്കാൻ ഒരു കുഴപ്പമില്ല, ആൾക്ക് മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, ബാങ്കിൽ നല്ലൊരു തുക ഉണ്ടെന്നാണ് കേൾവി, ആൾക്ക് വേറെ പ്രയാസമൊന്നുമില്ല, ആൾക്ക് സന്തോഷിക്കുക. എൻ്റെ കാര്യം അങ്ങനെയാണോ? ചിലർ പറയുന്ന, വിശ്വാസികൾ തന്നെ പറയുന്ന. പണ്ടൊരു വല്യമ്മ പറഞ്ഞു, വല്യമ്മയ്ക്ക് 90 വയസ്സ്, കൊച്ചുമകന് 16 വയസ്സ്. വല്യമ്മ പറയുകയാണേ, ഇവൻ്റെ കാലശേഷം ഞാൻ എങ്ങനെ ജീവിക്കുക? അപ്പോ ഇവിടെ ദാവീദിന്റെ അവസ്ഥ ചിലർ പറയും, ദാവീദ് രാജാവല്ലേ, വല്ല ബുദ്ധിമുട്ടുണ്ടോ, അതുകൊണ്ട് സന്തോഷിച്ചൂടെ? എന്നാൽ എപ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതിയെന്നൊന്ന് നോക്കിയേ. എപ്പോഴാണ് എഴുതിയെന്ന് നോക്കിയേ. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ 63 സങ്കീർത്തനം. എപ്പോഴാണ് എഴുതിയേ? യഹൂദ്യ മരുഭൂമിയിൽ ഇരിക്കുന്ന കാലത്ത് എഴുതിയതാ, രാജാവായിരിക്കുമ്പോൾ എഴുതിയതല്ല. എൻ്റെ വായി സന്തോഷമുള്ള അതരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് ദാവീദ് പറയുന്നത് മരുഭൂമിയിൽ ഇരുന്നിട്ടാ. പിന്നെ എന്താ ദാവീദേ നിനക്ക് ഇത്ര സന്തോഷം? മരുഭൂമിയിൽ എന്താ ഇത്ര സന്തോഷം? അവിടെ ആരോ ഉള്ളേ? എന്താ ഉള്ളേ? പിന്നെ നീ എന്തിനാ സന്തോഷിക്കണേ? അതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഈ സന്തോഷത്തിൻ്റെ കാരണം പറഞ്ഞിട്ട് ആ സങ്കീർത്തനം ആരംഭിക്കണ എങ്ങനെയാന്ന് നോക്കിയ സഹോദരിമാരൊക്കെ നോക്കണ്ടല്ലോ. എന്താ അതിൻ്റെ കാരണം? എത്ര സന്തോഷത്തിൻ്റെ? ആദ്യത്തെ വാക്ക്, ആദ്യത്തെ സെന്റൻസ്
എന്താ സന്തോഷം? എന്താ ഇത്ര സന്തോഷം? ദൈവമേ ദൈവമേ നീ എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ദാവീദേ ഇത്ര സന്തോഷം? നീ മരുഭൂമിയിലല്ലേ, നിന്നെ ശൗല് കൊല്ലാൻ നടക്കുകയല്ലേ, നീ എന്തുമാത്രം പ്രതിസന്ധിക്കിടെ കടന്നു പോകുന്നത്. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിനല്ലേ നിന്നെ കൊല്ലാൻ വേണ്ടി നടക്കുന്നത്. നീ ഉപകാരം ചെയ്തിട്ടല്ലേ. ഗോല്യാത്തിനെ കൊന്നൂന്ന്. ഗോല്യാത്തിനെ കൊന്നത് ഈ ശൗലിനെ വെല്ലുവിളിച്ചപ്പോ കൊന്നതാ. 40 ദിവസം വന്ന് വെല്ലുവിളിച്ചു ഗോല്യാത്ത് ഇസ്രായേൽ ജനത്തെ. ഒറ്റ ആള് ചോദിക്കാണ്ടായിരുന്നില്ല. ഈ കൊച്ചു ബാലകനാണ് ആ നിന്ന നീക്കി കളഞ്ഞത്. അന്ന് മുതല് ശത്രുത. എന്തിനാ ശത്രുത? ഉപകാരം ചെയ്തതിനാ. ആരുമില്ല കൂടെ, ഗുഹകളിലും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ദാവീദ് പറയുകയാണ്, ഞാൻ മരുഭൂമിയിലാണ്, പക്ഷേ ദൈവമേ നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റേതാണ്, നീ എൻ്റെ ദൈവമാണ്, അതാണ് എൻ്റെ ബലം. ഇങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ഒന്നുമില്ലെങ്കിലും എനിക്ക് അവകാശപ്പെടാൻ എന്നും, ഞാൻ മരുഭൂമിയിലാണെങ്കിലും ഗുഹകളിലാണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റേതാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം എടുത്ത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം ആ വാക്യം ഒന്ന് വായിച്ചേ. ഉറക്കെ എന്ന് പറയാമോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവിടെ പൗലോസ് പറയുന്നത് എന്താ? ദാവീദ് മാത്രല്ല, പൗലോസും പറയുകയാണ്, എൻ്റെ ദൈവമോ, എൻ്റെ ദൈവം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ ദൈവം. എന്തൊരു അവകാശമാണല്ലേ. നമുക്കും പറ്റുന്നൊരു അവകാശവാദമാണ്. എൻ്റെ ദൈവം, അതാണ് എൻ്റെ സന്തോഷം. 2 ശമൂവേൽ 15-ാം അധ്യായം 32-ാം വാക്യം നോക്കിയേ. 2 ശമൂവേൽ 15-32. 2 ശമൂവേൽ 15-32. മതി. ദാവീദ് മലമുകളിൽ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലം. മലമുകളിലെ ജീവന് വേണ്ടി കിടന്ന് ഓടുക. മലയുടെ മുകളിൽ അവിടെ ദൈവത്തെ ആരാധിച്ചു വന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു മരുഭൂമി അല്ലേ? ഇപ്പൊ കണ്ടു മലമുകൾ. മരുഭൂമിയിലാണെങ്കിലും മലയുടെ മുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും, പൗലോസ് കാരാഗ്രഹത്തിലാണെങ്കിലും ഫിലിപ്പിയ ലേഖനത്തിൽ ആവർത്തിച്ചു പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ദൈവമക്കളുടെ സന്തോഷം ചുറ്റുപാടുകളെ ആശ്രയിച്ചല്ല അവന്റെ സന്തോഷം ഇരിക്കുന്നത്, അത് അവന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. വല്ലതും മനസ്സിലായോ? പുറത്തല്ല സന്തോഷം ഇരിക്കുന്നത്. എവിടെയാ? എവിടെയാ? അകത്താണ് ഇരിക്കുന്നത്.
മരുഭൂമിയിലും മലയുടെ മുകളിലും ദാവീദ് ദൈവത്തെ ആരാധിച്ചു. 2 ശമൂവേൽ 15:32 എഴുതുന്നോണ്ട് പറഞ്ഞതാ. അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിക്കാം. 21-ാം സങ്കീർത്തനം 1-ാം വാക്യം നോക്കി. 21-ാം സങ്കീർത്തനം 1-ാം വാക്യം. 63-ാം സങ്കീർത്തനം എഴുതുമ്പം മരുഭൂമിയിലാണ്. 2 ശമൂവേൽ 15-ൽ മലമുകളിലാണ്. 21-ാം സങ്കീർത്തനം എഴുതുന്ന സമയത്ത് രാജാവൊക്കെ ആവുമ്പോൾ വേണമെങ്കിൽ പറയാം, എനിക്ക് എൻ്റെ രാജ്യം എന്താ, എനിക്ക് ശലോമോൻ എന്നു പേരുള്ളൊരു മോനുണ്ട്, ഇത്രയും വലിയ സിംഹാസനമുണ്ട്, പ്രജകളുണ്ട്, പണമുണ്ട്, എല്ലാം പറഞ്ഞോ ദാവീദ്? പറഞ്ഞോ? യഹോവേ രാജാവ് ഇപ്പോഴും നിന്റെ ബലത്തിലാണ് സന്തോഷിക്കുന്നത്. ഇപ്പോഴും ഇന്നെനിക്ക് രാജസ്ഥാനമുണ്ട്, ഇന്നെനിക്കൊരു സിംഹാസനമുണ്ട്, ഒരു രാജ്യം തന്നെയുണ്ട്, പക്ഷെ ഇപ്പോഴും എൻ്റെ സന്തോഷം നീ തന്നെയാണ്. ഇതൊരു മനസ്സല്ലേ? ഇന്ന് പല ആളുകളും 4 പുത്തനൊക്കെ കൈ വന്നാൽ പണ്ടത്തെ മലമുകളും മരുഭൂമിയൊക്കെ മറക്കും. ദൈവത്തെ തന്നെ മറക്കും. വേണ്ട. മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്ന ദൈവം, മലയുടെ മുകളിലൂടെ നടത്തിക്കൊണ്ടുവന്ന ദൈവമാണ് നിന്നെ ഇന്നൊരു ഉന്നത സ്ഥാനത്തെത്തിച്ചിരിക്കുന്നത്, നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. അതാണ് എൻ്റെ സന്തോഷം. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയിങ്കലെ സന്തോഷം എൻ്റെ ബലം. വായിക്കുന്നുണ്ടോ? അതാണ് എൻ്റെ ബലം. അപ്പോ കാരാഗൃഹത്തിൽ കിടന്ന് ചങ്ങലയിട്ട കൈകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, മുമ്പോട്ട് പോകുവിൻ. സന്തോഷം ചുറ്റുപാടുകളെ ആശ്രയിച്ചല്ല. 19-ാം സങ്കീർത്തനത്തിൽ ദാവീദിനെ തന്നെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്. 19-ാം സങ്കീർത്തനം എടുത്ത് അതിൻ്റെ 11-ാം വാക്യം നോക്കിയേ. 11. അടിയൻ ആരാ പറയുന്നത്? രാജാവ് പറയാ. രാജാവിൻ്റെ അടുത്ത് വന്ന ആളുകൾ സാധാരണ അടിയൻ എന്ന് പറയാറ്. ഇത് രാജാവ് തന്നെ പറയാ അടിയൻ. എളിയവനാണ്. ആ മനോഭാവം കണ്ടോ? എത്ര ഉന്നത സ്ഥാനത്താണ് ഇരിക്കുന്നതെങ്കിലും, നാം ആരാണെങ്കിലും എന്താണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മ വേണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് വേണം? താഴ്മ വേണം. മരുഭൂമിയിലും മലയുടെ മുകളിലും സന്തോഷത്തോടുകൂടെ ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ദൈവം രാജാവാക്കി. ദൈവം ഒന്നും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. വെളിപ്പാട് 19:11 ഇങ്ങനെയാണ്,
സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. സ്വർഗം തുറന്ന് നാം ഈ കാഴ്ച കാണണം. ഏത് കാഴ്ച? ആ വെള്ളക്കുതിര പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനുമാണ്. നാം ക്രിസ്തുവിൽ നമ്മുടെ പ്രയത്നം ഒന്നും വ്യർത്ഥമല്ല. ആകയാൽ നാം ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം. പിന്നെ പൗലോസ് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, എൻ്റെ തെരഞ്ഞെടുപ്പ്. പിമ്പിലുള്ളതിനെ മറന്നു, മുമ്പോട്ടാഞ്ഞു ഓടുന്നു. എന്തിനോടുന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഓടുന്നേ? എന്തിനാ ഓടുന്നേ? വിരുദിനായി. അവിടെയാണ് വിരുദ്, അവിടെയാണ് പ്രതിഫലം. തിയോഡർ റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ആഫ്രിക്കയിലേക്ക് 2 ആഴ്ചത്തെ അവധിക്കാലം ആഘോഷിക്കാൻ പോയി. അങ്ങനെ പോകാറുണ്ട്. അന്ന് ആഫ്രിക്കയിലൊക്കെ, ഇന്നും അങ്ങനെയാണെന്നാണ് കേൾക്കുന്നത്, നായാട്ടൊക്കെ നിയമവിധേയമാണ്. നായാട്ടൊക്കെ നടത്താം. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അതൊരു വിനോദമാണ്. നായാട്ടിനൊക്കെ വേണ്ടി പോയത്, അവധിക്കാലമൊക്കെ ആഘോഷിച്ച് ഭാര്യയോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ആഫ്രിക്കയിൽ 2 ആഴ്ച ചെലവഴിച്ച് മടങ്ങി വരികയാണ്. കപ്പലിലാണ് യാത്ര. അപ്പൊ ഈ കപ്പൽ ഇങ്ങനെ ന്യൂയോർക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേ കപ്പലിൽ മിഷണറി ദമ്പതികൾ, ഒരു ഭാര്യയും ഭർത്താവുമാണ്. വളരെ പ്രായം ചെന്നു. 40 കൊല്ലമായിട്ട് അവർ ആഫ്രിക്കയിലാട്ടാ. 40 കൊല്ലമായി അവർ ആഫ്രിക്കയിലാണ്. അവര് അവിടുന്ന് ഈ കപ്പലിൽ കയറിയിട്ടുണ്ട്. അവര് ഈ ന്യൂയോർക്കിൻ്റെ അടുത്ത് എത്താറാവുമ്പോൾ റൂസ്വെൽറ്റ് അതിലുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കൂടിയേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് മടങ്ങി വരികയാണ്. പത്രക്കാരും ജനങ്ങളും വലിയ കൂട്ടം ആളുകൾ. അപ്പോൾ ഈ മിഷണറി ദമ്പതികളിൽ ഭർത്താവ് ഭാര്യയോട് പറയാണ്, 2 ആഴ്ചത്തെ അവധിക്കാലം ആഘോഷിച്ച് നായാട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന റൂസ്വെൽറ്റിന് കിട്ടുന്ന സ്വീകരണം കണ്ടു. എന്തോരം ആൾക്കാരാ! നമ്മളെ സ്വീകരിക്കാൻ ഇതിൻ്റെ ഇടയിൽ ആരെയും കാണുന്നില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ഈ മിഷണറി ദമ്പതികളിൽ ഭാര്യ ഭർത്താവിൻ്റെ കാലയിൽ ഇങ്ങനെ തട്ടി, എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. റൂസ്വെൽറ്റിൻ്റെ നാട്ടിലാണ് എത്തിയത്. നമ്മൾ ഇതുവരെയും നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നാം എത്തുമ്പോൾ നമുക്കവിടെ സ്വീകരണം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വിരുദ് എന്താണ്? വിരുദ്. ഹെബ്രായ ലേഖനത്തില് മോശ പ്രതിഫലം നോക്കിയത് കൊണ്ടാണോ നോക്കാത്തത് കൊണ്ടാണോ ഇസ്രായേൽ ദേശമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നത്? അവിടെ എന്താ എഴുതിയേക്കുന്നത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സഹോദരിമാരൊക്കെ നല്ലോണം ബൈബിൾ വായിക്കുന്നവരല്ലേ? നോക്കിയത് കൊണ്ടല്ലേ? നോക്കിയത് കൊണ്ടാ, നോക്കാത്തത് കൊണ്ടല്ല. ഈ മിസ്രയീമിലെ സകല പദവികളും രാജസ്ഥാനവും രാജകുമാരൻ എന്നുള്ള ആ ബഹുമാനം
ഉളവാക്കുന്ന പദവിയും ഒക്കെ വിട്ട് മോശ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കാൻ വേണ്ടി മരുഭൂമിക്കിടിയൊക്കെ നടക്കാൻ വേണ്ടി തീരുമാനം എടുത്തത് എങ്ങനെയാ? പ്രതിഫലം നോക്കാത്തത് കൊണ്ടല്ല, നോക്കിയത് കൊണ്ടാണ്. കണ്ണ് അവിടെ എത്തി. ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയല്ല കണ്ണ്. ഇവിടെ കിടന്ന് ഇങ്ങനെ നോക്കിയാൽ ആ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കണ്ണ് മുകളിലേക്ക് എത്തണം. അപ്പോ നമ്മുടെ മുഖത്ത് സന്തോഷം ഉണ്ടാവും. നിരാശ, ദുഃഖമൊക്കെ മാറിപ്പോകും. പരാതിപ്പെടല്, പിറുപിറുപ്പ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വർത്തമാനങ്ങൾ, നിസ്സാരമായ കാര്യങ്ങളൊക്കെ വിട്ട് മേത്തരമായ കാര്യം, അതായിരിക്കും നമ്മുടെ വിഷയം. അതാണ് ഈ പറയുന്നത് ഒന്ന് മതി. അതാണ് കർത്താവ് പറഞ്ഞത്, അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെയൊക്കെ മറന്ന് മുമ്പോട്ടാഞ്ഞ് ആ ലാക്കിലേക്ക് ഉന്നം പിടിച്ച് നീങ്ങുന്നു. ഇതൊരു അനുഗ്രഹീതമായ സാക്ഷ്യമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. നമ്മുടെ സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മുമ്പോട്ടാഞ്ഞു പോകുക, ആഞ്ഞു പിടിക്കണം കേട്ടോ, കാരണം പിന്നോട്ട് വലി കുറേ ഉണ്ട്. അതുകൊണ്ടാണ് സ്ട്രെയിനിങ് ഫോർവേഡ്. ഇത് സ്ട്രെയിനുണ്ട്. പൗലോസിന് എന്തോരം പ്രയാസങ്ങളായിരുന്നു. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്, നേരെ മുമ്പോട്ട് പോകണം. നമ്മുടെ ശ്രദ്ധ മാറ്റാൻ, നമ്മുടെ ദിശ മാറ്റാൻ, നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുവാൻ. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ പുറകോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ഇരമ്യാവ് 7-ാം അധ്യായം 24-ാം വാക്യം നോക്കിയേ. ഇരമ്യാവ് 7:24. അവിടെ പറയുന്ന ആളുകൾ എങ്ങോട്ടാ പോകുന്നത്? അവിടെ വായിച്ചില്ലേ? മുമ്പോട്ടല്ല, പുറകോട്ടാണ്. റിവേഴ്സ് ഗിയറിലാണ് വണ്ടി. കാരണം എന്താണെന്ന് അറിയാമോ? ആലോചന ശരിയല്ല. പിന്നെ വേറൊരു സ്വഭാവമുണ്ട്, ഭയങ്കര ഷാഢ്യാണ്. ഈ രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് മാത്രം നടക്കാൻ പാടുള്ളൂ, ഞാൻ മാത്രമാണ് ശരി. ഷാഢ്യം. പിന്നെ ആലോചന ദുഷ്ടഹൃദയത്തിൻ്റെയാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നിൻ്റെ വണ്ടി റിവേഴ്സ് ഗിയറിൽ പോകണമെന്ന് നീ അറിയില്ല, നമ്മളറിയില്ല. വണ്ടി ബാക്കോട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ ദിശ എങ്ങോട്ടാ? ഒരു വശത്തേക്കും തിരിയാതെ മുമ്പോട്ടേക്കുള്ള യാത്ര. അങ്ങനെ മുമ്പോട്ട് പോകുവാൻ ഒരിക്കലും ഇനി ഞാൻ ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എന്തെല്ലാം പോരാട്ടം വന്നാലും, കർത്താവേ മുമ്പോട്ട് തന്നെ പോകുവാൻ എന്നെ സഹായിക്കണമേ. പിറുപിറുക്കാനോ നിരാശപ്പെട്ടു പോകാനോ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്,
ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല? നിരാശയില്ല. കഷ്ടം സഹിക്കുന്നുവെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, മുമ്പോട്ട് പോകുന്നു. ഒന്നും കൈവശമില്ലെങ്കിലും പൗലോസ് പറയാണ് എല്ലാം കൈവശമുള്ളവരായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊരു അനുഗ്രഹീതമായ കാഴ്ചപ്പാട്. ആ നിലയിൽ നമുക്ക് ധൈര്യത്തോടെ, ബലത്തോടെ, പ്രത്യാശയോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിൻ സന്നിധിയാണ് യുവതേ. കർത്താവിന്റെ വലിയ നാമത്തിന് പിന്നെയും മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ദൈവകൃപയാൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപോലെ ദൈവസഭയിൽ കൂടി വരുവാനും നല്ല കാര്യങ്ങൾ കേൾക്കുവാനും അതിനുശേഷം സ്വർഗത്തിലേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആലോചനകളെ കേൾക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നാം ചെയ്യുക, അതിൽ നിന്നാണ് കാലം തുടങ്ങിയത്. അതിൽ നമുക്ക് ഇതിലുള്ളതൊക്കെ മറക്കുവാൻ ആയിട്ട് കഴിയണം. മറക്കുന്നവർക്കേ മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. മുന്നിലെ കാഴ്ച കാണണമെങ്കിൽ നാം മുന്നിലേക്ക് നമുക്ക് മാറിക്കിട്ടേണ്ടതൊക്കെയും മാറിക്കിട്ടേണ്ടതും നമ്മുടെ ഹൃദയ കണ്ണ് പ്രകാശിക്കേണ്ടത് ഹൃദയത്തിൽ പ്രകാശിച്ചിട്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു പോന്നിട്ട് പുറപ്പാട് 16-ാം തീയതി ആരംഭിക്കുമ്പോൾ അവര് സംഭവം ഒരു പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവിടെ ഞങ്ങള് ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ നിന്നാണ് വന്നത്, അവിടെ ഞങ്ങൾ തൃപ്തരായിരുന്നെന്നാണ് ജനം പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്ന അവരവിടെ മറന്നിട്ടുണ്ടായിരുന്നില്ല, അവർ വിട്ടുപോകുന്നത് മറന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിട്ട് പോകുന്നതൊക്കെയും വിട്ട് തന്നെ കളഞ്ഞിട്ട് പൂർണ്ണമായിട്ട് മറന്ന് മുമ്പിലേക്ക് നോക്കി നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നോ ആ ഉദ്ദേശം നിവർത്തിക്കപ്പെടുവാനായിട്ട് യാത്ര തുടരുക, ഓടുക എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ഓട്ടം മുഴുവൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവകൃപ അതിന് ആവശ്യമാണ്. ദൈവകൃപ പ്രാപിച്ച് നമ്മുടെ കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ദൈവം കൃപ തരട്ടെ. കേട്ട വചനം അത് നമുക്ക് തള്ളിക്കളയാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മൾ ബിരുദ പ്രാപിക്കുവാൻ, പ്രതിഫലം പ്രാപിക്കുവാനായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ നമ്മൾ ഈ കേട്ട വചനപ്രകാരം നമ്മൾ എത്രത്തോളം അനുസരണമുള്ളവരായി തീർന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം ഒരിക്കലും വെറുതെ വചനം കേൾപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുക, ദൂരത്തിൽ നിന്നൊരു ദൈവദാസൻ കടന്നു വരിക, താൻ ദൈവവചനം സംസാരിക്കുന്നു, ഇതൊന്നും ദൈവം വെറുതെ കേൾപ്പിക്കുന്നതല്ല. നമ്മുടെ ഒരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷത്തോടെ നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടതാണ്, സന്തോഷത്തോടെ കർത്താവിനെ അനുഗമിക്കേണ്ടതാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്തില്ലെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്.
ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ സന്തോഷമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവദാസനിൽ നിന്ന് നല്ല ആലോചന കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് കൃപയാ ഈ എളിയ സഭയെ ദൈവം സഹായിച്ചത്. അവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക, കർത്താവിനുള്ള നന്ദിയും സന്തോഷവും തന്നെ അറിയിക്കുകയാണ്. ഇപ്പോൾ നന്ദിയുടെ വാക്കുകൾ പറയുവാനും അതുപോലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടും ഈ സഭയിലെ ശുശ്രൂഷ ചെയ്യുന്നവരിൽ ഒരാളായിരിക്കുന്ന ജോസഫ് ചേർന്ന് കടന്നുവന്ന് പ്രാർത്ഥിക്കുകയും അതിന് മുൻപായിട്ട് നന്ദിയുടെ രണ്ട് വാക്കുകൾ കൂടി ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാവിലെ 8 മണിക്കാണ് നമ്മുടെ ആരാധന എന്നുള്ളത് ഓർപ്പിക്കുന്നു. പ്രിയ ദേവദാസൻ നമ്മുടെ ഉണ്ടായിരിക്കുന്നതാണ്. ദൈവം നമ്മുടെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് ഇന്നത്തെ ഇവിടെ ശുശ്രൂഷ. കടലിൽ വെള്ളത്തെയും ക്ഷീണിച്ചിരിക്കുന്ന നമുക്ക് നമ്മെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദാസനയച്ചു. പല പോരാളികൾ നികത്തി മുന്നോട്ട് പോകാൻ ദൈവം എൻ്റെ ദാസനങ്ങളുടെ അനുഗ്രഹിക്കുന്നു. ദൈവത്തെ അനുഭവങ്ങൾ ബന്ധപ്പെടുത്തുന്നു. സഭയെ ശാസ്ത്രീകരിച്ച് ഏറിയ ദിവസം ആയിരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വിലയേറെ ആലോചന കേൾക്കുവാൻ ദൈവത്തെ പ്രസാദത്തെ ഓർമ്മത്തെ മഹത്വപ്പെടുത്തുകയും സഭയുടെ നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ കർത്താവിനെ അറിയിക്കുന്നു. അതുപോലെ കൂടുതലിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. വിശേഷമായ ഒരു ശുശ്രൂഷ ചെയ്യുക ദൈവത്തിൻ്റെ നിങ്ങൾ വിലയേറിയ നിലയിൽ ആ ശുശ്രൂഷത്തിൽ ഭംഗിയെ നിർവഹിച്ചു അവരോടുള്ള നന്ദി കടപ്പാട് സഭയെ അറിയിക്കുക. ഞങ്ങളെ ക്രിസ്തുവേശ്വരിൽ കൂടി അളവോടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധ പിതാവെ മഹത്വമുള്ള തിരുനാമത്തിൽ നന്ദിയോടെ സമർപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ യാമത്തിനായിട്ട് സമർപ്പിക്കും. അവിടുത്തെ വിലയേറിയ ദാസനങ്ങളുടെ അയച്ചു അവിടുത്തെ വിലയേറിയ മൂല്യമാക്കി ജനാട്ട് നമ്മുടെ ചെയ്യുന്നു. പിന്നിലുള്ളത് മാറും മുന്നിലുള്ള ആന കൊണ്ട് ക്രിസ്തുവേശ്വരി ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാഭിലേക്ക് അതെ ആ ഓടുന്ന ആ അവിടുത്തെ വിലയേറിയ ദാസനെ ഞങ്ങൾക്ക് കാണാതെ കാണാൻ കഴിയും. തനിക്ക് പിന്നിലുള്ളത് ഓർക്കുവാൻ പലതുമുണ്ട്. താൻ വിദ്യാസമ്പന്നനാണ്, സാമ്പത്തികമായിട്ട് സമ്പന്നനാണ്, ലോകക്കാരൻ അനേകം പ്രശംസിക്കാൻ തനിക്ക് വകയുണ്ടെങ്കിലും അതെല്ലാം ചവറം നേടിക്കൊണ്ട് അതെ ക്രിസ്തുയേശുവിൻ്റെ ആ പരമ വിളിയിലേക്ക് താൻ ഓടി എന്നുള്ളത് എനിക്ക് കാണാൻ കഴിയും. അത് തന്നെ വിളിച്ച കാലം മുതൽ ദൈവം വേർതിരിച്ച കാലം മുതൽ സന്തോഷത്തോടെ ഓടിയതിനെ ഞങ്ങളെ അവിടെ കേൾപ്പിച്ചല്ലോ. ഒരിക്കലും താൻ നിവർത്തിട്ടില്ല. കർത്താവെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയും. അതെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഒന്നും താൻ മറത്ത് നിന്നിട്ടില്ല. അവിടുത്തെ ആലോചനകളെല്ലാം താൻ വിധേയപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കിയില്ലാത്തവനായിട്ട് താൻ ഓട്ടത്തിരിച്ചതായിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയും. അതേ തനിക്ക് ആ ഒന്ന് മാത്രമേ നേരിട്ടതാണ്. അല്പമേ വീണ്ടും ഒന്നും മതി എന്ന് അവിടെ ലഭിച്ചതിന് കർത്താവ് ആ ഒന്നിനെ മുറിയെ പിടിച്ച് തൻ്റെ ഓട്ടം വിജയകരമാക്കി പൂർത്തീകരിച്ചു. താൻ ബിരുദിലെത്തി, താൻ ബിരുദ പ്രാപിച്ചു. വലിയ പ്രതിഫലം താൻ തന്നെ അത് വിശദീകരിക്കുന്നു. ആ ദിവസത്തേക്ക് അതെ താൻ ആ വലിയ പ്രതിഫലമുള്ളൊരു ദിവസത്തേക്ക് താൻ ഒരുക്കപ്പെട്ടു. താൻ കൃഷിയിലെ മറന്നു. കർത്താവെ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് ഓർമ്മ കർത്താവെ ഞങ്ങൾ ഇതെല്ലാം പോരായ്മകളുണ്ട്, ഇതെല്ലാം കുറവുകളുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും ഞങ്ങൾ ക്ഷീണിച്ച് തളർന്നു പോകുന്ന അവസ്ഥയുണ്ട്, തീർത്ത് പോകുന്ന അവസ്ഥയുണ്ട്. ഞങ്ങൾ കർത്താവെ ജീവിതത്തിൽ വിരുദ്ധമായിട്ട് നിലകൊള്ളുന്ന അവസ്ഥകളൊക്കെ ഞങ്ങൾ സമ്മതിക്കും. ആ പോരായ്മകളെ തിരുത്തിക്കൊണ്ട് അതെ ആ പരമവിളിയുടെ ലാക്കിലേക്ക് വിശ്വാസതയോടെ ഓടുന്ന ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ നായകൻ കുത്തിവെച്ചുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്
വളരെ സന്തോഷത്തോടെ ദൈവത്തെ സേവിച്ചു പോകാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് എല്ലാ വചനഭാവങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെപ്പോഴും ഫിലിപ്പിയരുടെ വായിക്കുന്നവരെ സന്തോഷിക്കുന്നവരായിരിക്കാം, ഏതവസ്ഥയിലും സന്തോഷിക്കുന്നവരായിരിക്കാനും അതേ കർത്താവെ ഏത് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥ വരുമ്പോഴും ഞങ്ങൾ തളർന്നു പോവാതെ കുതിക്കുന്നവരായിരിക്കാൻ തന്നെ ഞങ്ങളെ സഹായിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. അതെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. അവനെ യോഗ്യതയ്ക്ക് അതേ ആ ദിവസത്തോളം അവരത് വായിക്കുന്നു. ആ ദിവസങ്ങളായിരിക്കാൻ നിങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇത്രപോലെ അവിടെ ദാസനായിട്ട് പിന്നെ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അവിടെ സമൃദ്ധമായിട്ടുള്ളത് അനുഗ്രഹിക്കണേ. അനേക ഇടങ്ങളിലൊക്കെ ഈ വിധത്തെ ശുശ്രൂഷ വിജയകരമായി മുന്നോട്ട് സഹായിക്കുകയും പ്രാർത്ഥിക്കുന്ന അവിടെ കൊടുക്കുന്ന എല്ലാ പ്രഭാവങ്ങളും കൂടുതലായിട്ട് നിർമ്മിക്കാനുള്ള സഹായിക്കണം. കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്ന കുടുംബമായിട്ടാണ് എല്ലാ മഹത്വമാണ് കണ്ടെത്താറ്. പ്രാർത്ഥനയായിട്ട് സ്തോത്രം ചെയ്യുന്നു. സഹസ്രതി സ്തോത്ര ബഹുമാനം പ്രാർത്ഥിക്കുന്നു. നാളെ ഞങ്ങൾ ഞങ്ങൾ പ്രശുദ്ധനായ ഞങ്ങളുടെ മഹോദരനായ ഞങ്ങളുടെ ദൈവത്തെ ആത്മാവശ്യം ആരാധിപ്പാൻ ഞങ്ങളെല്ലാവരെയും കൂട്ടിവരുത്തണം. ഞങ്ങളെല്ലാവരും വിളിക്കണം. വിശുദ്ധിയോടെ കടന്നു പോകാൻ ഞങ്ങളെ പ്രശുദ്ധനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമഹത്വം സന്നിധിയിലേക്ക് കല്യാണപ്പെടുത്തുന്നു. ക്രിസ്തുയേശുവിന്റെ അതിമഹത്വമുള്ള നാമത്തിന് വിനയമായി ചോദിക്കുന്നതിനുണ്ടായിട്ടുള്ള കണക്കശിവതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴികളെ ശുദ്ധാത്മാവിന്റെ സർവാത്മകവും നമ്മളുടെ എല്ലാവർക്കും കൂടെ വിശേഷമായി ശുശ്രൂഷദാസങ്ങളുടെ കുടുംബത്തോടു കൂടെയും ലോകത്തിലുള്ള സർവശുദ്ധന്മാരുടെ കൂടെയും എപ്പോഴും ഉണ്ടായിരുന്നതാണ്.